ഒരു നടിയുടെ പേര് ഞാൻ മറന്നുപോയി, തെന്നിന്ത്യയിലൊരു സ്റ്റാറാണ്. പുള്ളിക്കാർ പറഞ്ഞു മമ്മൂക്കയുടെ അവസാനത്തെ 2 വർഷത്തെ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഷോക്കിംഗ് എന്നാണ് പറഞ്ഞത്. കാരണം പുള്ളിക്ക് അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലുള്ള പടങ്ങൾ സെലക്ട് ചെയ്ത പടം വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞേക്കുന്നത് എനിക്കിതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ വേറൊരു രീതി കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ പടത്തിൽ. ഒരു കാര്യം ചോദിച്ചോട്ടെ, കാരണം ഇത്രയും ടെക്നോളജി വളർന്ന ഒരു കാലഘട്ടത്തില് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കൊണ്ടൊക്കെ ഇന്ന് ഒരു സിനിമാ ലോകത്തെ പിടിച്ചു കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നത് മണ്ടത്തരമല്ലേ? അങ്ങോട്ട് എന്തിനാണ് മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ എന്നുള്ള രീതി കണ്ടുപോകേണ്ട ഒരു സിനിമയെ ഈ ലെവലിലോട്ട് മാറ്റാനുള്ളതിൻ്റെ പൂർണ്ണ ഇത് സിനിമയിലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. പിന്നെ അത് യെസ്, എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇതിപ്പോ ഇവിടെ ക്രൗൺ പ്ലാസയിൽ നിരക്കുന്നുണ്ടല്ലോ. അതെ, പ്രസ് മീറ്റ് ഉണ്ടെന്ന് മമ്മൂക്കയുടെ പ്രമേഹം. ബ്രഹ്മയുഗം. കൊള്ളാം. എന്താണ് ഇപ്പൊ പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് എന്താ തോന്നുന്നത്? വലിയ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. പടം നമ്മളുടെ എക്സ്പെക്റ്റേഷൻ്റെ മുകളിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രൊഡക്ഷൻ ടീമിൽ ഒരു എക്സ്പെക്റ്റേഷൻ തന്നിട്ടില്ല, എന്നാലും നമ്മളുടെ ഒരു എന്താ പറയുക പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടല്ലോ മമ്മൂക്കയുടെ ആ ഒരു പെർഫോമൻസിൽ. അല്ല, അത് ഈ പറഞ്ഞ പ്രതീക്ഷകൾ പലരും വന്ന പല ഇവിടെ ആക്ടേഴ്സും തകർക്കുമെന്ന് പറഞ്ഞ പല സിനിമകളിലൂടെ പൊട്ടി പാളീസായി പോയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോ ഈ ബ്രഹ്മയുഗം എങ്ങനെ പ്രതീക്ഷ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പടങ്ങൾ ആ പ്രൊഡക്ഷൻ ടീം, പ്രൊഡക്ഷന് ഡയറക്ടർ, അവിടെ ആ പടത്തിൽ അഭിനയിച്ചേക്കുന്ന നടന്മാർ, ഫസ്റ്റ് ഓഫ് ഓൾ അവർ തന്നെ ഇത് സൂപ്പർ പടമാണ്, ഇത് ഈ രീതിയിൽ മേക്ക് ചെയ്തേക്കുന്നതാണ്, ഇത് ഒരു മലയാളത്തിൽ ഇതും കാണാത്ത എക്സ്പെരിമെന്റ് തരുമെന്ന് പറയുന്നത് പൊങ്ങുഞ്ഞ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് അവരുടെ പടങ്ങളെക്കുറിച്ച് സ്വയമായ ഒരു വിലയിരുത്തൽ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അത് ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ലെങ്കിലും ലക്ഷോപലക്ഷമുള്ള സിനിമാ പ്രേക്ഷകർ അത് എക്സ്പെക്റ്റേഷനായിട്ട് കണ്ട് അവരുടെ മനസ്സിൽ ആ ഒരു സാധനം കയറിയിരിക്കും. അത് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാവും. അല്ല, ഞാൻ എൻ്റെ പ്രതീക്ഷയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ബ്രഹ്മയുഗത്തിൻ്റെ മമ്മൂക്ക ഡയറക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങൾ സിനിമ പോയി കാണുക എന്നാണ് ഓപ്പണായിട്ട് പറഞ്ഞേക്കുന്നത്. ഒരു ഹൈപ്പും ഇല്ല. ഇത് നിങ്ങൾ മനസ്സിൽ ഇന്നത് ചിന്തിച്ചോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കാണുക, എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങൾ കണ്ട് വിലയിരുത്തി അഭിപ്രായം പറയുന്നതാണ്. അതാണ് വേണ്ടത്, ആക്ച്വലി വേണ്ടത്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, കാരണം ഇത്രയും ടെക്നോളജി വളർന്ന ഒരു കാലഘട്ടത്തില് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കൊണ്ടൊക്കെ ഇന്ന് ഒരു സിനിമാ ലോകത്തെ പിടിച്ചു കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നത് മണ്ടത്തരമല്ലേ? അങ്ങനെയില്ല. നമ്മൾ ഇപ്പം ഇൻ്റർനാഷണൽ ഫിലിമിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു കൊറിയൻ സിനിമ ഞാൻ കണ്ടത് ഒരു 3-4 ഇയേഴ്സ് ബാക്ക് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പടം ഉണ്ടായിരുന്നു. അതുപോലെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടം, അതും ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്ച്വലി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് പക്ക ഒരു എക്സ്പെരിമെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് അത്ര കോൺഫിഡൻസോടെ ഒരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒറ്റ പടം കൊണ്ട് തന്നെ ഒരു കൈയടി കിട്ടിയൊരു ഡയറക്ടറാണ് ഉള്ളത്. അപ്പോൾ ആ ഡയറക്ടറിലേക്ക് ആ സാധനം കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ മമ്മൂക്ക പോലത്തെ നടനെ അത് ഏറ്റെടുക്കുകയും ആ വർക്ക് മുന്നോട്ട് കൊണ്ട് ചെറിയൊരു കാര്യമല്ല. അപ്പം അത്രമാത്രം അതിൽ ബാക്കപ്പിൽ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവർ ഇറക്കുന്നത്. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ അവർ ചെയ്യുന്നില്ലല്ലോ. ഒരുപാട് ഇതിൻ്റെ പുറകെ പഠനങ്ങളും ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഫൈനലൈസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ ഇറക്കിയത്. കാരണം ഡയറക്ടർ പറഞ്ഞേക്കുന്നത് എനിക്കിതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ വേറൊരു രീതി കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ പടത്തിൽ. ഈ മമ്മൂക്കയുടെ കാതൽ വൻ ഹിറ്റായിരുന്നു. കാതല് റിയലിസ്റ്റിക് മൂവിയാണ്. അതായത് ഒട്ടും ഒരു തികച്ചും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചുള്ള നല്ലൊരു മൂവിയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ടൊരു മതിഭ്രമം എന്നുള്ള ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പൊ അങ്ങനെയുള്ള അത് തികച്ചും റിയലിസ്റ്റിക് ആയിട്ട് കണ്ട് ഇപ്പം മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരാള് പെട്ടെന്ന് ഈ ഒരു പാറ്റേണിലേക്ക് അഭിനയം ചേഞ്ച് ചെയ്യുമ്പം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നമ്മൾ റോഷാക്ക് മുതൽ ഇങ്ങോട്ട് മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും എടുത്ത് നോക്കുക. ടോട്ടലി ഓരോ പടങ്ങളും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. റോഷാക്കും നൻപകൽ നേരത്തുമൊക്കെ ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം കണ്ണൂർ സ്കോഡ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി പരീക്ഷണങ്ങളിലൂടെ വഴികളിലൂടെയാണ് പോണത്. ഒരു നടിയുടെ പേര് ഞാൻ മറന്നുപോയി, തെന്നിന്ത്യയിലൊരു സ്റ്റാറാണ്. പുള്ളിക്കാർ പറഞ്ഞു മമ്മൂക്കയുടെ അവസാനത്തെ 2 വർഷത്തെ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഷോക്കിംഗ് എന്നാണ് പറഞ്ഞത്. കാരണം പുള്ളിക്ക് അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലുള്ള പടങ്ങൾ സെലക്ട് ചെയ്ത പടം വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പം ഈ പറയുന്ന പരീക്ഷണങ്ങളിലൂടെ പോകുന്ന ഒരാൾക്ക് ഇതുപോലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരുമ്പോൾ അത്
പരീക്ഷണമായിട്ട് എടുത്ത് വിജയിപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു പരീക്ഷണമായിട്ട് എടുത്ത സിനിമയാണ് ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത്. അത് ജനങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ഒരു ഹൈപ്പിലേക്ക് ഒരു തിയേറ്റർ കളക്ഷൻ എത്തിയില്ല. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു വലിയൊരു നടനെ അങ്ങനെ പ്രതീക്ഷിക്കുന്ന അല്ല, മലൈക്കോട്ടെ വാലിബൻ ഒരിക്കലും പരീക്ഷണ ചിത്രമാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരും ഇതിൽ പരീക്ഷണ ചിത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് അവരുടേതായിട്ടുള്ള ഒരു പുതിയൊരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ പല കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള പറഞ്ഞിട്ട് തന്നെയാണ് പടം ഇറക്കിയേക്കണത്. പക്ഷേ ദൗർഭാഗ്യവശാൽ പടത്തിൻ്റെ റിലീസിന് കുറേ നാൾ മുമ്പേ പടത്തിൻ്റെ ക്രൂ തന്നെ പറഞ്ഞത് കുലുങ്ങും മറിക്കും എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ ആ എക്സ്പെക്റ്റേഷനാണ് തിയേറ്ററിലോട്ട് പോയി. അവിടെ ഒന്നും കുലുങ്ങിയില്ല, മറച്ചില്ല എന്നുള്ള സത്യം നമുക്കറിയാം. ആയിരുന്നില്ല. അപ്പോൾ എന്തിനു നമ്മൾ ആ പടത്തിനെ കുലുങ്ങുന്നുണ്ടെന്ന് വെറുതെ നമ്മൾ പറയണോ? ഈ സിനിമയിലുള്ള ആൾക്കാർ തന്നെ പരസ്പരം അങ്ങോട്ട് എന്തിനാണ് മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ എന്നുള്ള രീതി കണ്ടുപോകേണ്ട ഒരു സിനിമയെ ഈ ലെവലിലോട്ട് മാറ്റാനുള്ളതിൻ്റെ പൂർണ്ണ ഇത് സിനിമയിലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. പിന്നെ അത് പ്രേക്ഷകരുടെ കാഴ്ചപ്പാടാണ്, പ്രേക്ഷകരുടെ കുറ്റമാണെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാന്നില്ല. നല്ല സിനിമ ആണെങ്കിൽ എന്ത് ഹൈപ്പ് വന്നോട്ടെ, എന്ത് നെഗറ്റീവ് റിവ്യൂ വന്നോട്ടെ, ആ പടം ഓടിയിരിക്കും, പടം വിജയിക്കും ഫൈനലി. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് അതെ, പുള്ളിനെ കുറെ ചൊറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഞാൻ ബേസിക്കലി ഒരു സൂപ്പർ സ്റ്റാറുകൾക്കും എതിരൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ജോബടി വളരെ കാര്യമായിട്ട് രാവിലെ മുതലേ ഇവിടെ വന്ന് പ്രസ് മീറ്റൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ആ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെ ഒന്ന് തളർത്താൻ നോക്കിയത്. പക്ഷേ പുള്ളി തളർന്നില്ല. മമ്മൂക്കയുടെ ഒരു വൈബ് പിടിച്ചതാന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിരിക്കും, രമയുക സൂപ്പറായിരിക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി പ്രമേയം കാണുക, ജെന്യുവൻ അഭിപ്രായങ്ങൾ പറയുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്.